നമസ്കാരം, ഞാൻ രശ്മി. ഇനി നമുക്ക് ഒരു ചായ ഉണ്ടാക്കാം. വെറും ചായയല്ല, മസാല ചായ. ഈ ചായക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. തലവേദനയൊക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഈ ചായ ഒന്ന് കുടിച്ചു നോക്കും, തലവേദനയൊക്കെ പമ്പ അടക്കും. അപ്പോൾ നമുക്ക് കാണാം മസാല ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. 2 കപ്പ് മസാല ചായ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 കപ്പ് പാല്, 1 കപ്പ് വെള്ളം, 1 ടേബിൾ സ്പൂൺ ചായപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചുക്ക് 1.5 ഇഞ്ച് പീസ്, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, ജാതിക്ക ഇത് മുഴുവൻ ഇടണ്ട, നമ്മൾ ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തിടുകയുള്ളൂ. നമുക്കിനി ഇത് 3 കൂടെ ചതച്ചെടുക്കാം. ചുക്ക്, പട്ട, ഏലക്ക ഇത് 3 കഴുകി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. മസാല ചായ ഉണ്ടാക്കാൻ പാത്രത്തിലോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം, വെള്ളം ഒഴിച്ചു കൊടുക്കാം, പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇത് പാല് തിളച്ച് വരുന്നുണ്ട്. ഒന്ന് സിമ്മാക്കി വെച്ച് കൊടുക്കാം തീയും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പട്ടയും ഏലക്കായും ചുക്കും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലിരുന്ന് ഒന്ന് തിളക്കട്ടെ, കുറച്ച് സമയം ഒന്ന് തിളക്കണത്. ഈ നമ്മളിപ്പം ഒരു കപ്പ് പാലും 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അത് കുറച്ചൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റണം. ഒരുപാടൊന്നും വറ്റണ്ട, ചെറുതായിട്ട് നമ്മൾ ഗ്ലാസ്സിന് കപ്പിന്റെ കുറച്ച് താഴെ നിൽക്കുന്ന ഒരു പരുവം. അപ്പം അത്രയും ഒരു മിനിറ്റ് തൊട്ട് 2 മിനിറ്റ് വരെ നമുക്ക് തിളപ്പിച്ചു കൊടുക്കാം. ഇത് അടച്ചു വെക്കരുത്. അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തിളച്ച് പുറത്തോട്ട് ചാടും. തിളക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് തീ കൂട്ടി കൊടുക്കാം കേട്ടോ. ഇപ്പം ഏകദേശം ഒരു മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തീ കുറച്ച് കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് അത് അവിടെ ഇരുന്ന് കുറച്ച് സമയം 1 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ ജാതിക്ക ഒന്ന് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് മതി, അധികം ആവണ്ട. അധികമായിട്ടുണ്ടെങ്കിൽ ഇത് കുടിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ നല്ല മസാല ചായ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ചായ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പൊക്കി ആറ്റി ഒഴിച്ചു കൊടുക്കണേ. ഇതിൽ പാലും വെള്ളവും നിറച്ചു വെച്ചിരുന്നു, കുറച്ചൊന്ന് വറ്റി കുറഞ്ഞിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ ഇതാ നമ്മുടെ നല്ല സ്വാദുള്ള മസാല ചായ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ചുക്ക് ഇല്ലാന്ന് കരുതി പകരം ഇഞ്ചി ഉപയോഗിക്കരുത് കേട്ടോ. മിക്കവാറും എല്ലാവരും ഇഞ്ചിയാണ് മസാല ചായക്ക് ഉപയോഗിച്ചിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇഞ്ചിയുടെ ആ റോ ടേസ്റ്റിനെ കഴിഞ്ഞും മസാല ചായക്ക് സ്വാദ് കൊടുക്കുന്നത് ഡ്രൈ ജിഞ്ചറാണ്. ഞാൻ ഒരുപാട് കോമ്പിനേഷൻസ് ട്രൈ ചെയ്ത് കിട്ടിയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്തിട്ട് അടിപൊളി ടേസ്റ്റുള്ള മസാല ചായ കുടിക്കാം.